പൗരത്വ ഭേദഗതി വിഷയത്തിൽ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് കോൺഗ്രസിന്റെ പ്രചാരണ പോസ്റ്റർ. പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമെന്ന് മാനിഫെസ്റ്റോയിൽ പറഞ്ഞതായി പ്രചാരണ പോസ്റ്റർ ഇറക്കിയത് പൗരത്വ നിയമത്തെക്കുറിച്ച് പ്രകടന പത്രിക മൗനം പാലിച്ചത് മറച്ചുവെക്കാനാണ്. അതേസമയം ഇത് സംബന്ധിച്ച ചോദ്യത്തിൽ നിന്ന് വി.ഡി. സതീശൻ ഒഴിഞ്ഞുമാറി. അതെല്ലാം വളരെ കൃത്യമായിട്ട് പേജ് 8 വായിച്ചു നോക്കിയാൽ മതി. പേജ് 8 വായിച്ചാൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം ഈ ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് ഉണ്ടാക്കിയ എല്ലാ നിയമങ്ങളും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രകടന പത്രികയിലും അത് വേണ്ട രീതിയിൽ ഫലപ്രദമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നൃപൻ ചക്രവർത്തി കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. നൃപൻ, ഈ ഒരു ഒഴിഞ്ഞുമാറൽ സമീപനം പാർട്ടിയുടെ ദേശീയ നേതൃത്വം തൊട്ട് ഇങ്ങോട്ട് എല്ലാ നേതാക്കളും എടുക്കുന്ന ഒരു സമീപനമാണ് പൗരത്വ ഭേദഗതി വിഷയത്തിൽ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എങ്ങും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പരാമർശമില്ല എന്നത് ആവർത്തിച്ച് വായിച്ചുറപ്പിക്കുന്ന ഒരു കാര്യവുമാണ്. അതേസമയം ഇത് മറച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ഒരു ബോധ്യമാണോ, വിലയിരുത്തലാണോ ഇപ്പോൾ ഈ പ്രചാരണ പോസ്റ്ററുകൾക്ക് പിന്നിൽ? തീർച്ചയായും കാവ്യ, ഇന്ന് തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബിൽ ഈ പറഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള രമേശ് ചെന്നിത്തല അധ്യക്ഷനായി ഉദ്ഘാടകനായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അവർ പുറത്തിറക്കിയ കേരളത്തിലെ പ്രകടന പത്രികയാണ്. ഖാർഗെ, കോൺഗ്രസിൻ്റെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ദില്ലിയിൽ ഈ പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. ഇതിൽ പറയുന്നത് ഇത് വാക്കാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക. അത് സംബന്ധിച്ചാണ് വി.ഡി. സതീശനോട് നമ്മൾ ചോദിച്ചത്. ഈ ഉദ്ഘാടന പ്രസംഗത്തിലോ ഒരിടത്തും ഒരു നേതാക്കളും ഈ പറഞ്ഞ പൗരത്വ നിയമമോ കാശ്മീർ വിഷയമോ ഉന്നയിക്കുകയോ ഒരു വരി പോലും പ്രകടന പത്രികയിൽ എഴുതിയിട്ടുമില്ല. ഈ പ്രകടന പത്രികയെ സംബന്ധിച്ച് എന്താണ് ഈ പ്രകടന പത്രികയിൽ ഇത്തരം പ്രധാനപ്പെട്ട കോൺഗ്രസ് ഇക്കാര്യങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ മുഖ്യമന്ത്രി ചോദിക്കുന്ന ചോദ്യവും അതാണ്. എന്തുകൊണ്ട് പ്രകടന പത്രികയിൽ അതില്ല എന്ന ചോദ്യത്തിനാണ് വി.ഡി. സതീശൻ മറുപടി നൽകിയത്. അദ്ദേഹം പേജ് 8 വായിച്ചു നോക്കാനാണ് പറഞ്ഞത്. പേജ് 8 വായിച്ചു നോക്കിയാൽ ഈ പറഞ്ഞ പൗരത്വ നിയമത്തെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. അത് 1, 2, 3, 4, 5, 6, 7, 8, 9 ഭാഗങ്ങൾ ഖണ്ഡിക തിരിച്ചിട്ടുണ്ട്. ഒരാൾക്ക് അയാളുടെ വിശ്വാസം പിന്തുടരുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനയുടെ എന്ന വകുപ്പുകൾ പറഞ്ഞിട്ട് ഉറപ്പ് നൽകിയിട്ട് അവകാശങ്ങൾ ഉറപ്പായും കോൺഗ്രസ് നിഷ്കർഷ പുലർത്തും എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. നേരിട്ട് മറ്റ് ഈ പറയുന്ന പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് പൗരത്വ നിയമത്തിൻ്റെ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഉത്തരവായി പുറത്തിറക്കിയത്. നിയമമാകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഈ ഘട്ടത്തിൽ പോലും പൗരത്വ നിയമത്തെ സംബന്ധിച്ചോ കാശ്മീർ വിഷയത്തെ സംബന്ധിച്ചോ കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് എന്തുകൊണ്ട് പറയാൻ മടിക്കുന്നു എന്നത് ഒരു ഭാഗം. മറ്റത് കാവ്യ ചോദിച്ച ചോദ്യമാണ്. ഇതിൻ്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട പ്രചരണ വേദിയിൽ ഈ ദൃശ്യങ്ങളിൽ കാണാം പൗരത്വ ഭേദഗതി നിയമം CAA പിൻവലിക്കും എന്ന കാര്യം പ്രചരണ ബോർഡുകളിൽ അവർ പ്രദർശിപ്പിക്കുന്നുണ്ട്. വല്ലാത്ത ഉരുണ്ടുകളി കേരളത്തിൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട് എന്നൊരു ഉറപ്പാണ്. ദേശീയപരമായി കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പൗരത്വ നിയമമോ കാശ്മീർ വിഷയമോ ഇല്ല. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇറക്കിയ പ്രകടന പത്രികയിൽ അതിൻ്റെ പ്രകാശന വേളയിൽ പ്രദർശിപ്പിക്കുന്ന ബോർഡുകളിൽ ഫ്ലക്സുകളിൽ പൂർണ്ണമായി പൗരത്വ നിയമം പിൻവലിക്കുമെന്ന് എഴുതി വച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു തരത്തിലുള്ള കബളിപ്പിപ്പാണ്, ഇരട്ടമുഖമാണ് കേരളത്തിലെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷം ഇക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് തീരുമാനിച്ചത്. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത് പ്രമേയം നിയമസഭ പാസാക്കുന്നു, കോടതിയിൽ പോകുന്നു, ഈ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന നിലപാട് ആവർത്തിച്ച് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിലടക്കം വന്നു, തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ സമർപ്പിക്കാൻ വന്നു. ഈ ഘട്ടം വരെ യാത്രയിൽ പോലും പൗരത്വ നിയമത്തെ സംബന്ധിച്ച് വിജ്ഞാപനം സംബന്ധിച്ച് ഒരു മറുപടിയും ഒരു പ്രതികരണവും രാഹുൽ ഗാന്ധി നടത്തിയിട്ടില്ല. പ്രകടന പത്രികയിൽ ഇക്കാര്യങ്ങൾ പൂർണ്ണമായി പറയാതെ മറച്ചുവെക്കുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസ്. കേരളത്തിലെ കോൺഗ്രസ് എന്നാൽ ഇക്കാര്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പ്രചരണ ആയുധമായി പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമെന്ന് ഫ്ലക്സ് ബോർഡുകളും പ്രദർശിപ്പിക്കുന്നു. ഈ ഇരട്ട മുഖമാണ് വ്യക്തമാക്കുന്നത്. ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ ഇക്കാര്യങ്ങളിൽ ഉള്ള അവരുടെ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അത് ശമിപ്പിക്കുക, തണുപ്പിക്കുക എന്ന ബോധപൂർവ്വ ശ്രമം കൂടിയുണ്ട്. അതുകൊണ്ടാണ് വി.ഡി. സതീശനോട് നമ്മൾ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചത്. എന്തുകൊണ്ടാണ് പൗരത്വ നിയമവും കാശ്മീർ വിഷയവും ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താത്തത് എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത്. പുറത്ത് രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഈ 8-ാം പേജ് വായിച്ചു നോക്കിയാൽ അത് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആർക്ക് വേണമോ 8-ാം പേജ് വായിച്ചു നോക്കാം. ഈ പ്രകടന പത്രിക ആരംഭിക്കുന്നത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പേജ്
ആകെയുള്ള പേജ് 46 പേജുകളാണ്. 46 പേജുകളിൽ വിവിധ വിഷയം, പരിസ്ഥിതി വിഷയം പറയുന്നുണ്ട്, അതുപോലെ തന്നെ വിദേശ നയം പറയുന്നുണ്ട്, സാമ്പത്തിക കാര്യം പറയുന്നുണ്ട്. അവയിൽ ഒന്നും കേരളം, പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ പൗരത്വ നിയമവും കാശ്മീർ വിഷയവും കേരളത്തിലെ കോൺഗ്രസ് എഴുതി തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ പറയുന്നില്ല. അത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമവും കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നുണ്ട്. അതാണ് വി ഡി സതീശൻ്റെ മറുപടിയിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. കാവ്യ. ശരി, നൃപൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നും സമഗ്ര വിവരങ്ങൾ നൽകിയത്.